ശിവസേന രൂപപ്പെട്ടത് ആന്റി സൗത്ത് ഇന്ത്യ മൂവ്മെന്റ് ആയിട്ട്, അതെ, ഒരു കമ്മ്യൂണൽ ഒരു പാർട്ടിയായിട്ട് തന്നെയാണ്. അല്ല, പ്രാദേശികവാദത്തിലാണ് അവർ ആദ്യം തുടങ്ങുന്നത്. അത് പിന്നീട് കമ്മ്യൂണലായി. അതിനുശേഷം അത് കേരളം മാത്രമല്ല, തമിഴ്നാടിനോട് മാത്രമല്ല, പിന്നെ ഉത്തർപ്രദേശിനോടായി, ബീഹാറിനോടായി. അപ്പോൾ കമ്മ്യൂണലായ ശിവസേനയുടെ ഒരു ഭാഗം ഇപ്പോൾ അങ്ങ് പിന്തുണയ്ക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ അത് മതേതരം ആയി കാണുമല്ലോ അല്ലേ? അല്ലല്ല, കമ്മ്യൂണലായിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ടിലും കമ്മ്യൂണലാണ്. അല്ലല്ല, ഇന്ത്യ മുന്നണിയിലും ഇന്ത്യയിലും കമ്മ്യൂണലാണ്. അല്ലല്ല, അങ്ങനല്ല. ഇന്ത്യയിൽ ഇരിക്കുന്ന ശിവസേന അല്ല ഇന്ത്യ മുന്നണിയിൽ ഇരിക്കുന്ന ശിവസേന. ഒരു പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ. എന്ന് മാത്രമല്ല, ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉദ്ധവ് താക്കറെ നടത്തിയ സ്റ്റേറ്റ്മെന്റിനെതിരായിട്ട് സമാജ്വാദി പാർട്ടി കലഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകളെ നമ്മൾ അംഗീകരിക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ട് രൂപപ്പെട്ട മുന്നണിയാണെങ്കിൽ ആ മുന്നണിയിൽ പങ്കുചേരാൻ ഉദ്ധവ് താക്കറെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് മതേതരമായി കഴിഞ്ഞിരിക്കുന്നു. ആ സമയം, അതായത് ഇന്ത്യ മുന്നണിയിൽ അംഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിതീഷ് റാണെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിതീഷ് റാണയും ഈ കമ്മ്യൂണൽ ടാഗ് അങ്ങ് അഴിച്ചു മാറ്റും. അദ്ദേഹത്തെയും പെട്ടെന്ന് നമ്മൾ മതേതര ചേരിയുടെ ഭാഗം മാറിക്കൂടെ? ഞാൻ പറയുന്നത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ശിവസേന ഇപ്പുറത്തിരിക്കുന്നത് മോശം. അപ്പോൾ എല്ലാം രൂപീകരിക്കപ്പെട്ടത് അടിസ്ഥാന ആശയം ഒന്ന് തന്നെയാണ്. അങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെ മാറ്റി പറയരുത്. അന്ന് പറഞ്ഞത് തന്നെയാണ് കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്.